പ്ലാൻ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഞങ്ങൾ സ്ഥലം വാങ്ങുന്നു, അവിടെ വീട് വെച്ച് കൊടുക്കുന്നു, രോഗികളെ കണ്ടെത്തുന്നു, നോക്കുന്നു, സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുന്നതെല്ലാം ഞങ്ങൾ പ്ലാനിങ്ങിന്റെ അടിസ്ഥാന കാര്യങ്ങളാണ്. അതിലേക്ക് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന നിലയിൽ ഞങ്ങൾ സ്ഥലം കണ്ടെത്തി. ഇപ്പോൾ ജോഷേട്ടൻ്റെ സ്ഥലമാണ് ഞങ്ങൾ കണ്ടെത്തി. ജോഷേട്ടൻ സംസാരിച്ച കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കി. ജോഷേട്ടൻ്റെ മകനും വീട്ടുകാരെല്ലാവരും തീരുമാനിച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി എഗ്രിമെന്റും കാര്യങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പിന്നെ അഡ്വാൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ തക്കോണ്ടാണ് ഞങ്ങൾ ഈ സ്ഥലത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ജോഷേട്ടൻ്റെ മകനാണ് സിനാജ്. അതുപോലെ ഞങ്ങൾക്ക് വേണ്ട നല്ല സഹായം ചെയ്തിരിക്കുന്നത് സൈഫുദ്ദീനാണ്. സ്മാർട്ട് മൊബൈൽ അംബ്രയിൽ മൊബൈൽ ഷോപ്പ് നടത്തുന്നത് സൈഫുദ്ദീനാണ്. പിന്നെ ഞങ്ങൾക്ക് ബാക്കി സഹകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുലാണ്. രാഹുലും ഒരു അംബ്രയിൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഈ സ്ഥലത്തിലേക്ക് വരാൻ കാരണം തന്നെ ഉണ്ടായത് നമ്മൾ സിനോജ് മാഷാണ് ഇങ്ങനെ ഒരു സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതും ഇവിടേക്ക് എത്തിച്ചേർന്നതും. അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ഞങ്ങൾ അഡ്വാൻസ് കൊടുക്കുന്ന ഒരു ചടങ്ങിലേക്കാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങളത് അഗ്രിമെന്റ് കൈമാറാണ്, അഡ്വാൻസും കൊടുക്കുകയാണ്. ഇത് നിഖിൽ റനീഷ്, ഈ രണ്ടാളുകളാണ് വയനാട് ജില്ലയിൽ നിന്നും ഒരു ഓൾ ഇന്ത്യ സൈക്ലിംഗ് ടൂർ പോകുന്നത്. അപ്പൊ നമ്മൾ ഒരുപാട് കേട്ട് കാണും, ടൂറുകൾ ഒരുപാട്. സാധാരണ ഒരാള് ഒരു കായിക അധ്യാപകനോ സ്കൂളിലെ അധ്യാപകനായി വർക്ക് ചെയ്യുന്നു, മറ്റൊരാൾ അമ്പലവയലിൽ തന്നെ ഒരു ഷോപ്പിൽ മൊബൈൽ ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ നിങ്ങൾ പറഞ്ഞൊരു കാര്യം, ഇവരൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോവുകയാണ്. ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷം നീണ്ടു നിൽക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം എന്താണ്? അവർ പറഞ്ഞ കാര്യം, ഞങ്ങൾ പോകുന്നതിന് ഞങ്ങൾക്ക് ഒരു വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. അതായത് പോകുന്ന ഓരോ ഒരു ക്യാമ്പയിന്റെ ഭാഗമാണ്. 1 rupee ക്യാമ്പയിനാണ് ഇവിടെ എഴുതിയത്. ഈ 1 rupee ചേഞ്ച് സംബഡീസ് ലൈഫ്, ഇതാണ് അവരെ ഒരു ലോഗോ എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പീരീഡിനകത്ത് ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിലൂടെ എല്ലാ സ്ഥലങ്ങളും സഞ്ചരിച്ച് മിനിമം 1 രൂപയെങ്കിലും കളക്ട് ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ നിന്നുള്ള ഒരു പാവപ്പെട്ട വളരെ പോറായിട്ടുള്ള 5 കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുക. അത് സ്ഥലവും അവർ കണ്ടെത്തി. ആ സ്ഥലത്തിനുള്ള ഒരു ടോക്കൺ അഡ്വാൻസും ഇന്ന് അതിന്റെ മറ്റ് അനുബന്ധ കാര്യങ്ങളും തുടങ്ങുകയുണ്ടായി. അതിന് തുടങ്ങി വെച്ചിട്ടാണ് ഇവർ പോകുന്നത്. ആ ഒരു ആശയമാണ് ഒരു പക്ഷേ നമ്മളെല്ലാവരെയും ഒരുമിച്ച് വരുത്തിയത്. ഇങ്ങനെ പല ആളുകൾ പറയുന്നുണ്ട്. അപ്പൊ അതിനോട് ചെയ്യുമ്പോൾ ഇതാണ് ഇവരുടെ യാത്രയുടെ പ്രധാന ലക്ഷ്യം. ഇനി ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് നീങ്ങിയാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ വീട്ടിലേക്ക് സ്വാഗതം റനീഷും നിഖിലും അവർക്ക് എല്ലാവിധ ആശംസകളും നേരാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അതുപോലെ ഇതിനെ ആഗ്രഹമുണ്ടല്ലോ. ഡെഫിനറ്റ്ലി വി ഷുഡ് ബി ഏബിൾ ടു ഡു വെൽ. താങ്ക് യു വെരി മച്ച്. വേദിയിലും പ്രതികരിക്കുന്ന സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് നമ്മൾ വയനാട്ടിൽ നിന്ന് വലിയൊരു ടാസ്ക്. ഇവർക്ക് രണ്ടുപേരും ഇന്ത്യയിലുടനീളം യാത്ര ചെയ്യുന്നതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അത് ഓൾറെഡി തന്നു കഴിഞ്ഞു. ഇത് എനിക്ക് തോന്നുന്നു സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഏതെങ്കിലും ഒന്ന് അജേഷ് ആരെങ്കിലും ഒന്ന് ഹാൻഡ് ഓവർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ ഈ ഒരു സർക്കാരിന്റെ ഉദ്യമം എന്ന രീതിയിൽ രണ്ടുപേരെയും കൂടെ ഇതിന് ക്ഷണിക്കുകയാണ്. ഇത് സ്വീകരിക്കുന്നതിനായി രണ്ടുപേരെയും ക്ഷണിക്കുന്നു. ₹1 ചടങ്ങ് മിനിമം ₹1 ആണ്. അപ്പോ ₹1 up to 2000 വരെ സിംഗിൾ കോയിൻസ് ഓഫ് എണ്ണം. താങ്ക് യു അജി സർ. അതെ ബിജു സർ പ്ലീസ്. നമ്മുടെ ടെന്റിന് ആശയം വന്ന സമയത്ത് തന്നെ WP മുന്നോട്ട് വന്ന് WPയുടെ ടെന്റ് നൽകുന്നത് ബാബു സാർ ടെന്റ് നൽകുന്നതിന് വേണ്ടി ബാബു സാറിനെ ഏറ്റുവാങ്ങുന്നതിന് രണ്ടുപേരെയും ക്ഷണിക്കുകയാണ്. താങ്ക് യു ശ്രീ. ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. സൈക്കിൾ സ്പോൺസർ ചെയ്ത ആളുകളെ നമ്മൾ ആദരപൂർവ്വം നമ്മുടെ ക്ഷണിക്കുകയാണ്.
ഇതാണ് ശരിക്കും ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള കാര്യം. ഏറ്റവും കുറച്ച് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുന്ന ആളാണ്. തന്നെ ഒരു ജോലിക്കാരനെ നഷ്ടപ്പെടുകയാണ്. അപ്പൊ ആ ജോലിക്കാരനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ടും നിങ്ങൾ അവരൊരു ഇഷ്ടത്തിനെ മനസ്സിലാക്കി, അല്ലെങ്കിൽ അവരുടെ പാഷനെ മനസ്സിലാക്കി, അല്ലെങ്കിൽ ആ ലക്ഷ്യം ഇത്രയും വലുതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങൾ ഒരു ദിവസമാക്കി. തീർച്ചയായും ആദ്യം അംഗീകരിക്കപ്പെടേണ്ട വ്യക്തി നിങ്ങൾ തന്നെയാണ്. ഞങ്ങൾക്ക് സംശയമില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ചെയ്യണമെന്നൊന്നുമില്ല, എന്നാലും എല്ലാവർക്കും നമസ്കാരം. ഞങ്ങള് ഞാനും വിജയൻ എന്ന വ്യക്തിയും ഒരു 8 വർഷത്തെ പരിചയമല്ലേ എനിക്ക് ദൈവം എന്ന് പറഞ്ഞ സത്യം തന്നെയാണ്. നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് എവിടെയും ലാഗില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങള് സുബീർഖന്റെ കൂടെ ഞങ്ങൾ കൽപ്പറ്റ ചെന്ന് ഒരുപാട് ധൃതിയിൽ തട്ടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി ആരെങ്കിലും വിട്ടുപോയെങ്കിൽ ക്ഷമിക്കണം. അറിയുന്ന രീതിയിൽ പറയാനും കാര്യങ്ങളൊന്നും അറിയത്തില്ല. പിന്നെ സ്റ്റേജിലും കാര്യങ്ങളൊന്നും. അപ്പോ നിജിൽ മാഷ ഞങ്ങൾ എന്നെ കുറിച്ച് നോക്കി 8 വർഷത്തെ ഒരു പരിചയമാണ്. ഞങ്ങൾ എന്നും സംസാരിക്കാറുണ്ട്. അപ്പോൾ ഈ അടുത്ത് കിട്ടിയ ഏറ്റവും നല്ലൊരു ആശയം എന്ന് പറയാൻ ഞങ്ങൾക്ക്, അതായത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ആരെ സഹായിക്കാനോ ആർക്കും വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ഈ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ആരും ഇതുവരെ ചിന്തിക്കാത്തൊരു കാര്യം കൂടിയാണ്. സൈക്കിൾ ചവിട്ടി ഓരോ വ്യക്തികളുടെ അടുത്തും പോയിട്ട് ഓരോ രൂപ കളക്ട് ചെയ്തിട്ട് ഓരോരുത്തർക്ക്, അതായത് യോഗ്യത ഉള്ളവരെ മാത്രം തേടി പിടിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഭവനം വരുന്ന ഫണ്ടിനനുസരിച്ച് ഞങ്ങളിപ്പോൾ 5 വീടാണ് കരുതുന്നത്. വരുന്ന ഫണ്ടിനനുസരിച്ച് അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മുടെ ഇപ്പോൾ നിലവിൽ ഞങ്ങൾ അമ്പലം പഞ്ചായത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഫണ്ടിനനുസരിച്ച് ഇന്ത്യയിൽ എവിടെ ആയിക്കോട്ടെ, ആരും ഈ യോഗ്യതയുള്ള ആരെങ്കിലും ഒരാൾ വിളിച്ച് ഞങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നേരിട്ട് അവരുടെ ആ സാഹചര്യം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവിടെ പോയിട്ട് സ്ഥലം വാങ്ങി വീട് വെച്ച് കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അങ്ങനെ ഒരു ലക്ഷ്യം കൂടി ഉണ്ട് ഞങ്ങൾ. അതുപോലെ തന്നെ എൻ്റെ ഹോസ്പിറ്റലിൽ വണ്ടിക്കൂലി ഇല്ലാത്ത ആൾക്കാർ വരെ ഉണ്ട്. ഹോസ്പിറ്റലിൽ പോയാൽ ചികിത്സ കിട്ടും, പക്ഷേ വണ്ടിക്കൂലി ഇല്ലാത്ത ആൾക്കാർ വരെ ഉണ്ട്. അങ്ങനെയുള്ളവരെ തേടി പിടിച്ചിട്ട് അവർക്ക് വേണ്ടുന്ന സഹായം കൂടി ചെയ്യാൻ അങ്ങനെ ഒരു മനസ്സുകൂടെ ഞങ്ങൾ ഇതിനകത്ത് ഈ രാത്രിയിൽ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതുവരെ എല്ലാ രീതിയിലും എല്ലാ സ്ഥലത്തും നല്ല സപ്പോർട്ടും നല്ല പ്രതികരണങ്ങളും, അതുപോലെ ഞങ്ങൾക്ക് ആശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സേഫ്റ്റി ആണെങ്കിലും ഞങ്ങളുടെ ഫ്രണ്ട് രാഹുലാണെങ്കിലും ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നുകൊണ്ട് ഞങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന രീതിയിൽ സൈക്കിൾ കിട്ടി. പിന്നീട് ഇതൊക്കെ ശരിക്കും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ. ബാക്കി എല്ലാ കാര്യങ്ങളും ഇതുവരെ എല്ലാവരും മംഗളകരമായിട്ട് ചെയ്തു തന്നു. എല്ലാവർക്കും ഒത്തിരി നന്ദി. മീഡിയത്തിനാണെങ്കിലും ഇവർക്കാണെങ്കിലും എല്ലാവർക്കും പേര് എടുത്ത് പറയാൻ സാധിക്കില്ല, എന്നാലും എല്ലാവർക്കും നന്ദി. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞങ്ങൾ ഇറങ്ങുന്നു. ഞങ്ങളുടെ മാസക്കണക്കൊന്നല്ല ഞങ്ങളുടെ ഇതിനകത്ത്. ഞങ്ങൾ എയിം ചെയ്തിരിക്കുന്ന കാര്യം എന്താണോ അത് സാധിച്ചിട്ടേ ഞങ്ങൾ തിരിച്ചു വരുള്ളൂ. അത് ഇനിയിപ്പോൾ മാസങ്ങളായാലും വർഷങ്ങളായാലും ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുള്ളൂ എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ഇറങ്ങുന്നത്. അതിനുവേണ്ടി എല്ലാ മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പും കൂടിയിട്ടാണ് ചെയ്യുന്നത്. വീട്ടുകാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ആദ്യമൊക്കെ ചെറിയൊരു വൈഫിൻ്റെ ഒക്കെ ഭാഗത്ത് നിന്ന് അധികം പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ആയതുകൊണ്ട് പിന്നീട് സപ്പോർട്ട് ചെയ്തു. എല്ലാവരും ഞങ്ങളെ കൂടെ നിൽക്കുന്നുണ്ട്. എല്ലാവരും, നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും. അപ്പോൾ അതിന് സന്തോഷമുണ്ട്, വിഷമമുണ്ട്. എന്നാലും ഈ നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് ചെയ്തിട്ട് ഞങ്ങൾ സന്തോഷത്തോടെ യാത്രയാക്കുകയാണ്. എന്നിട്ടാണ് ഞങ്ങളുടെ ഫസ്റ്റത്തെ ദിവസം. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാൻ അറിയത്തില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ആരെങ്കിലും വിട്ടുപോയിട്ടേക്ക് ക്ഷമിക്കുക. കാരണം ഞാൻ ശരിക്കും ഒരു കോഴിക്കോടുകാരനാണ്. 8 വർഷമായി ഞാൻ മെട്രോഡ്സ് ഇംഗ്ലീഷ് സ്കൂൾ എന്ന നമ്മുടെ അറിയപ്പെടുന്ന അവിടെ സ്കൂളാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ട്. അപ്പോൾ അവിടുന്ന് ഞാൻ വർക്ക് കഴിഞ്ഞാൽ ഞാൻ ഇദ്ദേഹം തന്നെ മൊബൈൽ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ അവിടെ പോയി ഇരിക്കും, കുറേ കാര്യങ്ങൾ സംസാരിക്കും. അങ്ങനെ 8 വർഷമായിട്ട് ഇതുവരെ കാര്യങ്ങൾ നടന്നില്ല. പക്ഷേ കുറേ പ്ലാനുകൾ ഇഷ്ടം പോലെ, പക്ഷേ അതൊന്നും എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. പക്ഷെ ഒടുവിൽ കിട്ടിയ ഒരു കൺസെപ്റ്റാണ് ഈ 1 രൂപ എന്നുള്ള സംഗതി. ആ 1 രൂപ നമ്മൾ ഓൾ ഇന്ത്യ നമ്മൾ കവർ ചെയ്തിട്ട് മാക്സിമം നിങ്ങളത് ഫണ്ട് എടുത്തിട്ട് ഒരു 5 പേര്, അതും സാധാരണക്കാർക്കാരെ തീരെ പറ്റാതെ വന്ന 5 വ്യക്തികൾക്ക് ഞങ്ങൾ നിർമ്മിച്ച് നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ. അപ്പം അങ്ങനെ എന്താ പറയാം, ഞങ്ങൾക്കത് ഒരു പൈസയില്ല, ഒന്നുമില്ല. ഞങ്ങളൊരു ഡേറ്റ് ഫിക്സ് ചെയ്തു. അതായത് ഇന്നത്തെ ദിവസം ഡിസംബർ 10 എന്നുള്ള ഡേറ്റ് ഞങ്ങൾ ഫിക്സ് ചെയ്തു. പക്ഷേ മുമ്പിൽ വേറൊന്നുമില്ല, ക്യാഷ് ഇല്ല, ഒന്നുമില്ല, സൈക്കിളില്ല. പക്ഷേ എന്താണെന്നല്ല, ദൈവം നമുക്ക് എല്ലാ വഴികളും ഓരോന്ന് പറഞ്ഞിട്ട് നമുക്ക്
അദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ സൈഫുക്കയാണ് ഞങ്ങൾക്ക് സൈക്കിള് എന്നുള്ള ഫസ്റ്റത്തെ ഒരു ഘട്ടം ഞങ്ങൾക്ക് അച്ചീവ് ചെയ്ത് തന്നത്. അതിനുശേഷം രാഹുൽ അദ്ദേഹം ഇവിടെ വരാൻ പറ്റാത്തതാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, പിന്നെ ഞങ്ങൾക്കുള്ള കുറച്ച് ഫണ്ട് ഞങ്ങൾക്ക് തന്നു. അദ്ദേഹത്തിന് പോലും വീടില്ല. രാഹുൽ എന്ന വ്യക്തിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല. പക്ഷെ ഞങ്ങളിവിടെ ഈ ഒരു കാര്യം കേട്ടറിഞ്ഞിട്ട് അദ്ദേഹം അവിടെ തുടർന്ന് ഫണ്ട് റോഡ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ചെയ്തത്. ബാക്കിയുള്ള കാര്യങ്ങൾ ബോക്സ് വാങ്ങാൻ എല്ലാ കാര്യങ്ങളും ടീഷർട്ട് വാങ്ങാൻ പക്ഷെ ശരിക്കും അതൊന്നും വേണ്ടതായിരുന്നു. അറിയാൻ പറ്റിയില്ല. പക്ഷേ ഹാപ്പി അല്ലേ? ചങ്ക് വന്നോ ചങ്ക് വന്ന് അത് ബാക്കിയുള്ള ആൾക്കാർക്ക് എല്ലാവരും കൂടെ ഏറ്റെടുക്കുകയാണ്. ഒരു മെയിനായിട്ട് ഉദ്ദേശം ഓൾ ഇന്ത്യ ട്രിപ്പിൽ എല്ലാ ജനങ്ങളെയും കണ്ടിട്ട് ഒരു ദിവസം കളക്ട് ചെയ്യാം. ഇത് ഒരു തീരെ പാവപ്പെട്ട ഒരു 5 പേർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള ഒരു പ്ലാനാണ്. ഇത് സ്ഥലം എഗ്രിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി കളക്ടറേറ്റിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നും സപ്പോർട്ടുണ്ട്. ഇതിൻ്റെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓൾ ഇന്ത്യ എത്ര നാളുകൊണ്ടാണ് ഇത് എയിം ചെയ്യുന്നത്? ഞങ്ങൾക്ക് നാളുകളല്ല പ്രധാനം, ഞങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്ന ലക്ഷ്യങ്ങളാണ്. ഓക്കെ, ഈ പറഞ്ഞ പോലെ സ്ഥലവും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഇനിയും വീട് വെക്കണം, അയോഗ്യതയുള്ളവരെ കണ്ടെത്തണം, അവർക്കത് നൽകണം. ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് മാസങ്ങളോ വർഷങ്ങളല്ല, ലക്ഷ്യങ്ങളാണ് ഞങ്ങൾക്ക് പ്രധാനം. അതിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ഇന്ന്. ഓക്കെ, ബാക്കിയൊരു എന്തോന്ന് സത്യം പറഞ്ഞാൽ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. കാരണം ഭയങ്കര സന്തോഷം. ഇത്ര ആൾക്കാരൊക്കെ കൂടി നമുക്ക് ഇത്രയും സപ്പോർട്ടൊക്കെ തരുമെന്ന് പറയുമ്പോൾ ഞങ്ങളൊരു കൺസെപ്റ്റാണത്. അത് എന്തായാലും ഞങ്ങൾ തിരിച്ചു വരത്തുള്ളൂ. അതുവരെ ഞങ്ങൾ എന്ത് ചെയ്യും? ഓക്കെ, അപ്പോൾ രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എത്ര സമയം എടുത്താലും ലക്ഷ്യങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. Right.
ആ അതന്നെ അതിലുണ്ട്. ഇതിന്റെ ഫണ്ടാണ് നമ്മൾ നാട്ടിൽ കാണുന്ന ഓരോ വിദ്യാലയങ്ങളിലും ഓരോ വിദ്യാലയങ്ങളിലും ഓരോ രൂപത്തിലൂടെ അത് സൈക്കിൾ റൈഡിനോട് സപ്പോർട്ടായിട്ട് നമ്മുടെ കൊളവ് പാർക്ക് അടുത്തുള്ള പോപ്പുലർ ടയേഴ്സ് ആൻഡ് സ്റ്റേഷനറി ഷോപ്പിലെ നമ്മുടെ ജോബിഷാറിൻ്റെ പ്രത്യേക ഒരു ഉപഹാരം എന്ന നിലയിൽ ഒരു സൈക്കിൾ പമ്പ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏറ്റുവാങ്ങാനായിട്ട് വളരെ സന്തോഷമുണ്ട്. ചെറുതാണെങ്കിൽ പോലും അത് ചെറുതോ വലുതോ എന്നതല്ല, അതിലുപരി ഒരു ഇനിഷ്യേറ്റീവിന് നമുക്ക് ലഭിക്കുന്ന ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു സൈക്കിൾ പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ യാത്രയ്ക്ക് സൈക്കിളിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ അത് നൽകിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും ഓക്കെ, താങ്ക് യു. Right.